ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്ന ആളല്ല. ഞാൻ വീഡിയോസ് ഇട്ടിട്ടുമില്ല. അത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി മുതൽ ഒരുപാട് വീഡിയോസ് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോസിബിൾ ആണെങ്കിൽ ഞാൻ ഇടും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ വേണം. വിമർശനങ്ങളുടെ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ജേർണലിസം കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജേർണലിസ്റ്റ് ട്രെയിനി ആണെങ്കിൽ, ഇപ്പോൾ പ്രൊഫഷൻ സ്വീകരിക്കുകയാണെങ്കിൽ, ചിലർ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജേർണലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ ടി വി കാണും, നമ്മൾ ആങ്കറായിട്ട് കാണും, നമ്മൾ ഈ News 24 ഏഷ്യാനെറ്റിലൊക്കെ നമ്മൾ അവിടെ കുത്തിരിഞ്ഞ് വായിക്കും. അതല്ല ജേർണലിസം. എത്ര ആൾക്കാരുണ്ട് പത്രത്തിൽ എഴുതുന്നവരുണ്ട്, ചിലരുണ്ട് എഴുത്ത് തന്നെയാണോ എൻ്റെ പണി? എഴുത്ത് മോശമാണോ? പത്രത്തിൽ എഴുതുന്നത് മോശമാണോ? നല്ല തലച്ചോറ് വേണം, നല്ല അവബോധം വേണം, പരിസ്ഥിതി എന്താ പറയുക, സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം വേണം, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു അറിവ് വേണം. എന്തായാലും രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കൊരു മിനിമം അറിവ് ഒരു മനുഷ്യന് വേണം. അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഗുണം നമുക്ക് ആവശ്യമാണ് ഈ ഫീൽഡിൽ നിൽക്കാൻ. അല്ലാതെ നമ്മൾ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മൾ അവിടെ ചാനൽ കാണുക എന്ന് വിചാരിക്കുന്നത് ശുദ്ധ വിഡിത്തരാണ്. നിങ്ങൾ ഒരിക്കലും ജേർണലിസം കഴിഞ്ഞ ഒരാളോട് അങ്ങനെ ചോദിക്കുകയേ ചെയ്യരുത്. കാരണം എനിക്കങ്ങനെ ഈ ചാനൽ കാണാറില്ലല്ലോ, ഇത് ചാനലില്ല, നമുക്ക് റിപ്പോർട്ടർ ആവണം, നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ അവിടെ വരുമ്പോഴേക്കും നമ്മൾ പിറ്റേന്ന് നീ ജേർണലിസ്റ്റായി എന്ന് പറഞ്ഞ് ആരും നമ്മളെടുത്ത് നിൽക്കും. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ആദ്യം നിങ്ങളൊരു ട്രെയിനി ആയിട്ട് നിൽക്കും, അപ്പോൾ അല്ലാതെ പിറ്റേ നിങ്ങളെ CEO ആയിട്ട് ആരും അവിടത്തേക്ക് എടുത്ത് വെക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും വേണം. അല്ലാതെ അവിടെ ജേർണലിസം എന്ന് വെച്ചാൽ എല്ലാവരും ടി വിക്ക് ഒരു വാർത്ത വായിക്കുന്നവരല്ല. അപ്പോൾ എനിക്കതൊന്ന് പറയാനുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.